ഗുഡ് മോർണിംഗ് അനുജ, പ്രവിതലക്ഷ്മി, ഷബീദ് റാവുത്തർ, അരുൺ രാജ്, എല്ലാവർക്കും ഒരു നമസ്കാരം. ഇന്നലെ നല്ല മഴ പെയ്തു. അനുജ, മഴ എങ്ങനെ ഉണ്ടായിരുന്നു? തകർത്തോ രാത്രി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. മഴ തകർത്തു. എസ് കെ എൻ നേരത്തെ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായിട്ടൊരു അതിഥി എന്ന തരത്തിലാണ് വന്നത്. പക്ഷേ അത് ഇത്ര വലിയ മഴയായി മാറും നമ്മൾ ആരും കരുതിയില്ല. രാത്രി മുഴുവൻ മഴയായിരുന്നു. ഒരു അല്പസമയം മുൻപ് വരെ ആ മഴ തുടർന്നു എന്നതാണ്. ഇപ്പോൾ മഴ തോർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും വെയിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഗ്രൗണ്ടിലൊക്കെ നല്ല വെള്ളമുണ്ട്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് മഴ കൂടി അതിഥിയായി എത്തി. പക്ഷേ ഇപ്പോൾ നമ്മൾ നേരത്തെ ആ സ്റ്റോറിയിൽ കണ്ടതുപോലെ മഴയൊന്നും ഈ ജനത്തിൻ്റെ ഇവിടെ ഇങ്ങോട്ടേക്കുള്ള വരവിനെ ഒന്നും ബാധിച്ചില്ല. അവർ ഇതിനെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് ഈ കലോത്സവത്തെ എന്നുള്ളതാണ് കൊല്ലംകാർ. അവർ മഴയത്തും കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കാണാൻ, അവരെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ എത്തിയിരുന്നു. കൈകൊണ്ടൊക്കെ തലമറച്ചും കസേര കൊണ്ട് തലമറച്ചും ഒക്കെ കാഴ്ചകൾ കാണാനിരിക്കുന്ന, മത്സരങ്ങൾ കാണാനിരിക്കുന്ന കാണികളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതായാലും ഇന്നിപ്പോൾ ഒരു തെളിഞ്ഞ കാലാവസ്ഥ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പകലൊക്കെ കൊടും ചൂട് എന്നുള്ളതിലേക്ക് കടക്കാതിരിക്കട്ടെ എന്നൊരു ആശ മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്കുള്ളത്. ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു. അത് കഴിഞ്ഞ ഇന്നലത്തെ മത്സരമൊക്കെ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചിരുന്നു. അതിൽ കുഴപ്പമില്ല. നമ്മുടെ ഷബീദ് റാവുത്തർ റെഡിയായി നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇന്നത്തെ മത്സരത്തെ കുറിച്ച് ഷബീദിനോട് ചോദിക്കാമോ, എന്തൊക്കെയാ വിവരങ്ങൾ എന്നുള്ളത്? അതെ, തീർച്ചയായിട്ടും ഷഫീദ്. ഇന്നിപ്പോൾ ഗ്ലാമർ മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഇന്നും, അല്ലെ? നാടകമുണ്ട്, ഒപ്പന അടക്കം. അപ്പൊ ഇന്നത്തെ മത്സരങ്ങൾ ഏതൊക്കെയാണ്? അതായത് നമ്മൾ ഈ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ സ്കൂൾ കലോത്സവത്തിൽ ഇത്തവണ ഈ ഫസ്റ്റ് ദിവസം തന്നെ, ആദ്യ ദിവസം തന്നെ ഗ്ലാമർ മത്സരം ഉണ്ടായിരുന്നു. ഇന്നലെ മോഹിനിയാട്ടം ഉണ്ടായിരുന്നു, കുച്ചിപ്പുടി ഉണ്ടായിരുന്നു, ഭരതനാട്യം ഉണ്ടായിരുന്നു, പിന്നെ അറബി കലോത്സവം, സംഘനൃത്തം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ തന്നെ രണ്ടാം ദിവസം ആദ്യ പകുതി തന്നെ അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനത്തെ പരിപാടികളുണ്ട്. പ്രത്യേകിച്ച് മോഹിനിയാട്ടം തുടരുന്നു, അതേപോലെ തന്നെ ചെണ്ടമേളമുണ്ട്. കൊല്ലത്തെ സംബന്ധിച്ച് കൊല്ലത്തിന്റെ ഏറ്റവും സാംസ്കാരിക ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള നാടകം, അത് ഒരുപക്ഷെ വലിയ കാഴ്ചക്കാരുണ്ടാകും. KPSC ചരിത്രമൊക്കെ നമുക്കറിയാം. അത് ഈ കലാകേന്ദ്രമുണ്ട്, അങ്ങനെ കാളിദാസ കലാകേന്ദ്രമുണ്ട്. അങ്ങനെ പലതരത്തിൽ ചരിത്രം ഉറങ്ങുന്ന നാടകത്തിന്റെ മണ്ണുകൂടിയാണ് കൊല്ലം. ആ കൊല്ലത്ത് സ്വാഭാവികമായും ഇന്ന് നാടക മത്സരമുണ്ട് എന്നുള്ളതാണ് രണ്ടാം ദിവസം കലോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല ചെണ്ടമേളമുണ്ട്. ചെണ്ടമേളത്തിന് നമ്മൾ ഈ പറയുന്ന തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലൊക്കെ വലിയ തരത്തിലുള്ള ജനസ്വീകാര്യതയുണ്ട്. ആ ചെണ്ടമേളം വരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കൂടാതെ യക്ഷഗാനമുണ്ട്. അങ്ങനെയുള്ള റെയർ മത്സരങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കലോത്സവത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എസ്. അതുപോലെ അനുജ, നമ്മുടെ ഈ കൊല്ലത്ത് നിന്ന് ഒരു സുഹൃത്ത് ടെലിഫോണിൽ വിളിച്ചു പറഞ്ഞു, നമ്മുടെ പ്രവിതലക്ഷ്മി നമ്മുടെ പഴയിടത്തിൻ്റെ പുരയിടത്തിൽ കിടന്ന് തള്ളുന്നുണ്ടെന്ന്. അങ്ങേരുടെ നല്ല ഭക്ഷണം കഴിക്കാനും സദ്യ ഉണ്ണാനും ഒക്കെ ആയിട്ട് തള്ളുന്നു പറയുന്നു. എന്താ വിശേഷം പ്രവിത? എസ് കെ, ആ പ്രേക്ഷകൻ എന്നാ എന്നെ കണ്ടിട്ടില്ല. പ്രേക്ഷകൻ ആള് മാറിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പഴയിടത്തിൻ്റെ സദ്യ ഒരുക്കുന്നിടത്തേക്ക് പോയിട്ടേ ഇല്ല. ഈ ഒന്നാം വേദിയിലായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ മുൻപ് കലോത്സവത്തിൽ പങ്കെടുത്ത ഇനങ്ങൾ ഒന്ന് കാണണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളിവിടെ ജോലി തിരക്കിലായിരുന്നു. നമുക്കിവിടെ ഒരുപാട് നമ്മുടെ കുട്ടികൾ, അതായത് ഈ മോഹിനിയാട്ടത്തിന് ശേഷവും മറ്റ് മത്സരങ്ങൾക്ക് ശേഷവും ഒക്കെ നമ്മുടെ പവലിയനിലേക്ക് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ടായിരുന്നു. അപ്പം അവരെയൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന തിരക്കിലായിരുന്നു. അരുൺ രാജ, ഈ പ്രവിതലക്ഷ്മി പറയുന്നത് നേരാണോ? ഞാൻ ഇന്നലെ ഒരു പ്രേക്ഷകൻ വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ പ്രവിതലക്ഷ്മി ഇവിടെ കിടന്ന് തള്ളുന്നു എന്ന്. ഓക്കെ, ജീവിതത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത ആളിന്റെ കൂട്ടാണ് പ്രവിത പറയുന്നത് ഇപ്പോൾ. തീർച്ചയായും. കാരണം പ്രവിത ഇന്നലെ പൂർണ്ണമായ സമയം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പ്രവിത പറഞ്ഞത് ശരിയാണ് സാർ. കാരണം ഇതിനകത്ത് ഒരു ഘട്ടത്തിൽ പോലും ഇവിടെ നിന്ന് മാറി നിൽക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഈ ഒന്നാം വേദിയിൽ അത് മോഹിനിയാട്ടമാണ് ഇവിടെ നടന്നത്. ആ മോഹിനിയാട്ടത്തിന്റെ മുഴുവൻ സമയവും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഈ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ സംഘനൃത്തം നടന്നപ്പോഴും ഇതിന്റെ കൂടെ ഇതിന്റെ ഒരു ആസ്വാദക എന്ന രീതിയിൽ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ആശാശരത്തിന്റെ ഒപ്പം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്നാം വേദിയിലായിരുന്നു കേന്ദ്രീകരിച്ചത് എന്നുള്ളതാണ് ശരി. അല്ലാതെ ഈ ഭക്ഷണപ്രിയയിലേക്ക് പ്രവിത പോയിട്ടില്ല. അത് എവിടെയോ ഒരു മിസ്ലീഡിങ് പറ്റിയതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് പ്രവിതലക്ഷ്മി ആയിരിക്കത്തില്ല, അനുജ രാജേഷ് ആയിരിക്കും അല്ലേ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് നിങ്ങൾ പ്രവിത കൃത്യമായിട്ട് പ്രവിത ഒന്ന് അവിടെ പോകണം. അദ്ദേഹത്തിൻ്റെ കലവറയിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് രുചിച്ച് നോക്കണം. പല പ്രേക്ഷകരും നമ്മളോട് ചോദിക്കുന്നു, പ്രത്യേകിച്ച് വിജയൻ എന്ന് പറയുന്ന കക്ഷി ചോദിക്കുന്നുണ്ട്, പഴയിടത്തിൻ്റെ സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, കഴിച്ച ആൾക്കാർക്കല്ലേ അറിയാൻ പറ്റൂ. അപ്പോൾ അനുജ, ഇന്ന് നമ്മൾ പതിവ് പോലെ ഇന്നലെ ചെയ്ത പോലെ തന്നെ ഇന്ന് നമ്മൾ പൊളിക്കില്ലേ? തീർച്ചയായും നമ്മൾ ഇന്നും പൊളിക്കും. ഇന്നിപ്പോൾ ഈ പോയിന്റ് നില കൂടി ഒന്ന് ജസ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. കോഴിക്കോട് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് ഇന്നലെ മുതൽ ആധിപത്യം
തുടരുന്നുണ്ട്. കോഴിക്കോടും കണ്ണൂരും ഒക്കെ മാറി മാറി ആധിപത്യം പുലർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ കോഴിക്കോട് മുന്നിട്ട് നിൽക്കുന്നു 212 പോയിന്റുമായി. തൃശ്ശൂർ തൊട്ട് പിറകിലുണ്ട്. തൃശ്ശൂരും കണ്ണൂരും 210 പോയിന്റ്. മലപ്പുറം 203 പോയിന്റുമായി 4-ാം സ്ഥാനത്ത്. പാലക്കാട് 202 പോയിന്റ് 5-ാം സ്ഥാനത്ത്. കൊല്ലം ജില്ല ആതിഥേയ ജില്ല 199 പോയിന്റുമായി 6-ാം സ്ഥാനത്താണ്. ഇന്നലെയൊക്കെ കൊല്ലം അതിന് മുൻപിൽ ഒക്കെ വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത് മാറി മറിയുകയാണ് എന്നുള്ളതാണ്. പക്ഷേ കോഴിക്കോട് ഏതാണ്ട് ഒരേപോലെയൊക്കെ തന്നെ 1-ാം സ്ഥാനത്ത് തുടരുന്നുണ്ട് എന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. ഇന്നൊക്കെ ഈ പറഞ്ഞതുപോലെ ഗ്ലാമർ ഇനങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ പോയിന്റ് നിലയൊക്കെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ ബാധിക്കുന്നതാണ്. ഇന്നത്തെ മത്സരങ്ങളൊക്കെ വളരെ നിർണായകവുമാണ്. SKN പ്രവിത, അതുപോലെ പ്രവിത ഈ കലോത്സവത്തിലൊക്കെ മത്സരിച്ച ആളായതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഇന്നലത്തെ നൃത്ത മത്സരങ്ങളെ കണ്ടപ്പോൾ എന്താ തോന്നിയത്? ഈ കലോത്സവം പലപ്പോഴും നമ്മൾ നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ടല്ലോ കഴിഞ്ഞ വർഷമൊക്കെ തന്നെ. അപ്പോൾ ഈ കലോത്സവ വേദികളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ, അതായത് പഴയിടത്തിൻ്റെ കലവറയിൽ കയറാതെ തന്നെ ഈ കലാസദ്യ ആസ്വദിച്ച് നടക്കുമ്പോൾ പ്രവിതയ്ക്ക് എന്താ തോന്നിയത്? അതിൻ്റെ ക്വാളിറ്റി ഉയർന്നിട്ടുണ്ടോ? പുതിയ തലമുറ എങ്ങനെയാണ് ഈ കാര്യത്തോടൊക്കെ പ്രതികരിച്ചിട്ടുള്ളത്? SKN സ്വാഭാവികമായിട്ടും ക്വാളിറ്റി ഉയർന്നിട്ടുണ്ട്. അത് ഈ കളിക്കുന്ന എല്ലാ കുട്ടികളും A ഗ്രേഡിന് അർഹരാണ്. ഞാൻ ഇന്നലെ ആലോചിക്കുകയായിരുന്നു എങ്ങനെയായിരിക്കും ജഡ്ജസ് ഇത് നിശ്ചയിക്കുക എന്ന്. അത്രത്തോളം നന്നായി കളിക്കുന്ന കുട്ടികളാണ്. കാരണം ഇവർ വരുന്നത് മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഫിൽട്ടറിംഗ് പ്രോസസ്സിന് ശേഷമാണ് ഈ സംസ്ഥാന തലത്തിലേക്ക് എത്തുന്നത് അല്ലേ. സ്കൂൾ കലോത്സവമുണ്ട്, സ്കൂളുകളിൽ മത്സരമുണ്ട്, അതിനുശേഷമാണ് സബ് ജില്ലയിലേക്ക് വരുന്നത്, പിന്നെ ജില്ല, പിന്നീടാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് വരുന്നത്. മാത്രമല്ല ഈ നമ്മുടെ ഈ ജില്ലയിൽ നടക്കുന്ന മത്സരങ്ങളിൽ തന്നെ പല വിധത്തിലുള്ള തർക്കമുണ്ടാവുകയും അപ്പീൽ കിട്ടി വരുന്ന നിരവധി കുട്ടികളുണ്ട്. അതും കൂടി ഈ മത്സരത്തിന്റെ എണ്ണം കൂടാനും സമയം കൂടാനും ഒക്കെ കാരണമാകുന്നുണ്ട്. പിന്നെ SKN ചോദിച്ച പോലെ ഞാൻ മത്സരിച്ച കാലത്തെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ SKN ഞാനിപ്പം ആലോചിക്കുകയായിരുന്നു, ഇവിടുത്തെ പേരൻസിനെയൊക്കെ കാണുമ്പോൾ എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും ഒക്കെ എൻ്റെ ബ്രദറും ഒക്കെ ഇതുപോലെ എന്നെ കൊണ്ട് നടന്ന കാഴ്ചയൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. മാത്രമല്ല SKN ഇന്നലെ ഒരു കോയിൻസിഡൻസ് ഉണ്ടായി. ഞാൻ മത്സരിച്ചപ്പോൾ പാടിക്കൊണ്ടിരുന്ന ചേട്ടൻ അദ്ദേഹത്തിന്റെ മകളുമായിട്ട് വന്നിരുന്നു. ആ കുട്ടി മോഹിനിയാട്ടം മത്സരിച്ചിരുന്നു. എറണാകുളം ജില്ലയിൽ നിന്നാണ് ആ കുട്ടി വന്നത്. മത്സരം വിട്ടിട്ടില്ലല്ലേ? നന്നായി. ഓക്കെ. അരുൺ മുട്ടട ചോദിക്കുന്നത്, SKN ഗുഡ് മോർണിംഗ്, എത്ര ആവേശത്തോടെയാണ് പ്രവിത ലക്ഷ്മി വാർത്ത റിപ്പോർട്ട് ചെയ്തത്? മുമ്പ് ഇതുപോലെ കണ്ടിട്ടില്ല. ചിലപ്പോൾ കലോത്സവത്തിൻ്റെ പഴയ ഓർമ്മകളൊക്കെ പ്രവിതയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും ഈ ആവേശം എന്നാണ് നമ്മുടെ അരുൺ മുട്ടട, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ, പറയുന്നത്. ഓക്കെ. അപ്പോൾ പ്രവിത 4-ാം ക്ലാസ് മുതൽ മത്സരിക്കാൻ തുടങ്ങിയതാണ്. 4-ാം ക്ലാസ്സിൽ പക്ഷെ നമുക്ക് സബ് ജില്ലാതലം വരെ പോകാൻ പറ്റൂ. പിന്നീട് 5, 6, 7 ജില്ലാതലം വരെ പോയി. പിന്നീട് 8, 9, 10, 11, 12 സംസ്ഥാന സ്കൂൾ മത്സരിച്ചിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ പഴയ ഓർമ്മയിലൊക്കെ വേദിയിലൊക്കെ കയറി മത്സരിച്ച് കളയരുത് കേട്ടോ. കുട്ടികൾക്കുള്ള സ്ഥലം കവർന്ന് കളയരുതേ. ഓക്കെ. അബദ്ധം പറ്റിയൊന്നും വേദി കയറി എന്നുള്ളത്, വേദി 1, 2 ഒക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ അവസാന ദിവസം നമുക്ക് ഈ മാധ്യമ പ്രവർത്തകർക്കായിട്ട് നമുക്കൊരു മത്സരം സംഘടിപ്പിക്കാം, അവിടെ മത്സരിക്കാം. ഓക്കെ അനുജ, ഓക്കെ അരുൺ രാജ്, ഓക്കെ ഷബീദ് റാവുത്തർ. അപ്പോൾ നിങ്ങൾക്ക് നന്ദി. ഞാൻ വീണ്ടും 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.